മുണ്ടക്കയിൽ ചുരൽമല പുനരധിവാസത്തിൽ വീടുകളുടെ ചിലവ് പുനഃപരിശോധിക്കാൻ സർക്കാർ നിർദ്ദേശം. തുക പുനഃപരിശോധിക്കാൻ കിഫ്കോണിനോട് ആവശ്യപ്പെടും. തുക കൂടിപ്പോയെന്ന വിമർശനവും സ്പോൺസർമാരും പ്രതിപക്ഷവും ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് തുക പുനഃപരിശോധിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് ചേരുന്നു. ശ്രീജിത്ത്, വിവരങ്ങൾ. സുഹൈല്, വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട 2 ടൗൺഷിപ്പുകളിലായി 1000 സ്ക്വയർ ഫീറ്റ് വീതമുള്ള വീടുകൾ നിർമ്മിക്കാനാണ് സർക്കാർ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നത്. എന്നാൽ ഇതിനായി തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ ഒരു വീടിന് 33 ലക്ഷം രൂപ വരെ ചിലവാകുമെന്ന എസ്റ്റിമേറ്റാണ് ഈ പദ്ധതിയുടെ കൺസൾട്ടന്റായ കിഫ്കോൺ സർക്കാരിന് മുന്നിൽ വെച്ചത്. ഈ തുക കൂടുതലാണ് എന്ന അഭിപ്രായം അന്ന് തന്നെ ഉയർന്നിരുന്നു. പിന്നീട് 50 വീടുകളിലേറെ സ്പോൺസർ ചെയ്ത സ്പോൺസർമാരുടെ യോഗം മുഖ്യമന്ത്രി പ്രത്യേകമായി വിളിച്ചു ചേർത്തു. ആ യോഗത്തിലും വീടുകളുടെ നിർമ്മാണത്തിനായി കാണിച്ചിരിക്കുന്ന 33 ലക്ഷത്തിന്റെ എസ്റ്റിമേറ്റ് ഉയർന്ന തുകയാണെന്ന ആശങ്ക സ്പോൺസർമാർ തന്നെ പ്രകടിപ്പിച്ചു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കമുള്ള സ്പോൺസർമാരാണ് ഇത്തരം ആശങ്ക പ്രകടിപ്പിച്ചത്. 100 വീടുകളാണ് ലീഗ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഉയർന്ന തുകയുടെ കാര്യത്തിൽ ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവും പ്രതിപക്ഷ ഉപനേതാവുമായ പി.കെ. കുഞ്ഞാലിക്കുട്ടി തന്നെ പരസ്യമായും ഈ തുക കൂടുതലാണെന്ന അഭിപ്രായം പങ്കുവച്ചിരുന്നു. എന്തായാലും ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് എസ്റ്റിമേറ്റ് തുക പുനഃപരിശോധിക്കാൻ മുഖ്യമന്ത്രി കൺസൾട്ടന്റായ കിഫ്കോണിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതനുസരിച്ച് എസ്റ്റിമേറ്റ് പുതുക്കാനാണ് സാധ്യത. ശരി, ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. വീടിന് നൽകിയ അല്ലെങ്കിൽ അനുവദിക്കാൻ പോകുന്ന പണം അല്ലെങ്കിൽ ആ തുക പുനഃപരിശോധിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്.